അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ IIT സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഘോഷ രാവാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഗ്യാങ് ആയിട്ട് വന്ന് നിൽക്കുക, ട്രോഫിയൊക്കെ വാങ്ങിച്ച് നല്ല മിടുക്കന്മാരായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം, അവരുടെ റാങ്കുകൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ എന്താണ് മോൻ്റെ പേരെന്താ? എൻ്റെ പേര് ആദിൽ. റിസ്വാൻ. എൻ്റെ പേര് ദിലാൻ. ഓക്കെ, റാങ്കുകളൊക്കെ എങ്ങനെയാടാ? ജെയ് മെയിൻസ് റാങ്ക് 21,642, കീം 3,600. ഓക്കെ. എൻ്റെ ജെയ് മെയിൻസ് റാങ്ക് 10,960, ജെയ് അഡ്വാൻസ് റാങ്ക് 10,694. എൻ്റെ മെയിൻസിൻ്റെ റാങ്ക് 11,155. എൻ്റെ അഡ്വാൻസിൻ്റെ റാങ്ക് 15,376. ഓക്കെ, അപ്പോൾ കീമിന്റെ റാങ്ക് എങ്ങനെയുണ്ട് രണ്ടുപേർക്കും? കീമിന് 206 ഉണ്ട്. ഓക്കെ, നല്ലൊരു റാങ്ക് ആണല്ലോ. അപ്പോൾ എനിക്ക് കീമിന് 122. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്ത് പഠിച്ചിരുന്നത്? നമ്മൾ റെസിഡൻഷ്യൽ IIT. നിങ്ങൾ രണ്ടുപേരും റെസിഡൻഷ്യൽ ആയിരുന്നു അല്ലേ? മോൻ ഞാൻ റിപ്പീറ്റേഴ്സ് റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ? മീൻസ് എങ്ങനെയാ ഇപ്പൊ ഒരു 1 year ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാൻ വേറെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഒരു 6 മാസത്തെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ തന്നെ എല്ലാത്തിനും നമുക്കൊരു സാഹചര്യം, നമ്മൾ എന്ത് പറഞ്ഞാലും ആ രീതിയിലേക്ക് നമ്മൾ ക്ലാസ് കുറച്ച് വൈകിയാണ്, ബുദ്ധിമുട്ടാണ്, അതിന് നേരത്തെ ആക്കി തരിക, സമയം അറേഞ്ച് ചെയ്ത് തരിക, നമുക്ക് വേണ്ട ഫാക്കൽറ്റീസിനൊക്കെ എത്തിച്ചു തരിക. അതേപോലെ ബിനോയ് സാറും മിൽ സാറൊക്കെയാണ് നമുക്ക് എന്താണ് പ്രശ്നം, ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എപ്പോഴും നമ്മളെ കാണുമ്പോൾ സംസാരിക്കുക, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഞാൻ ഇവിടെ വന്നത് തന്നെ ഇവിടുത്തെ ആ റിസൾട്ടും അതേപോലെ തന്നെ ഫാക്കൽറ്റീസും ഒക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കൊരു മികച്ചൊരു അനുഭവം കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇവിടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ ക്ലാസ് ടീച്ചറും ഹോസ്റ്റലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ എനിക്ക് എപ്പോഴും സുഖമില്ലാതാവുന്നൊക്കെ ഒരു പ്രകൃതിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം എപ്പോൾ സുഖമില്ലാതായാലും രാത്രിയാണെങ്കിൽ പോലും അവരപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വരാം. അങ്ങനെ ഭയങ്കര എല്ലാം നമുക്ക് നമ്മളെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഒരു സാഹചര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. നിങ്ങളപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? മീൻസ് +1 +2 ഒപ്പം തന്നെ എൻട്രൻസ് പഠിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യാനൊക്കെ പറ്റിയോ? ആദ്യം ഈ +1 +2 കൂടെ ഇതും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മളെ ക്ലാസ് ടീച്ചർമാരും ഹോസ്റ്റലിലെ വാർഡന്മാരും എല്ലാവരും നമ്മളെ നല്ല സഹായം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം. പിന്നെ അവിടെ നിന്നൊക്കെ നമുക്ക് പാരൻസിൻ്റെ സഹായവും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടിയോണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ പറയാനുള്ളത്, ബ്രില്യൻറ്റിൽ ക്ലാസ് എടുക്കാൻ വന്ന എല്ലാ സാർമാരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓല് നമുക്ക് എന്താ എത്ര മനസ്സിലായില്ലെങ്കിലും പിന്നെയും പറഞ്ഞു തരും. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് തരും. പിന്നെ എല്ലാ മോക്ക് ടെസ്റ്റും നല്ല ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഇതായിരുന്നു. അതൊക്കെ അത്ര തന്നെ ആണല്ലേ. മോൻ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ ഭയങ്കര നൈസായിരുന്നു. ആദ്യം തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാർഡനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇങ്ങനെ പഠിക്കാനും. പിന്നെ ബാക്കി ഫ്രണ്ട്സൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഞങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആരായിരുന്നു? ഗീതു പി ദാസ്. രണ്ടുപേർക്കും ഞങ്ങൾ ആ, കട്ടച്ചിറ ബാച്ചിൽ. ഓക്കെ ഓക്കെ. പിന്നെ സ്കൂളത്തെ ടീച്ചർമാരും ഞങ്ങളിപ്പോ സ്കൂളിൽ ഇതായില്ലെങ്കിലും പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ സ്കൂളിലും അങ്ങനെ ഇതാക്കി. അപ്പൊ ഇനി ഭാവിയിൽ അഡ്മിഷൻ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, അപ്പൊ കിട്ടിയിരുന്നോ? എവിടേക്കാ? IIT മാണ്ടി, ഹിമാചൽ പ്രദേശ്. ഏത് കോഴ്സാണ്? മെക്കാനിക്കൽ ആണ്. ഞാൻ IIT ഗാന്ധിനഗർ, ഗുജറാത്ത്, ഇലക്ട്രോണിക്സ് ആണ്. IIT കോട്ടയം, CSE ആണല്ലേ. അപ്പൊ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? അപ്പൊ നല്ല സന്തോഷമില്ലേ? അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ഇവന്റ് ആണിത്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ ത്രൂ ഔട്ട് ദ ജേണി കുറെ ഫെസിലിറ്റീസ് നമുക്ക് ഒപ്പം ഉണ്ടായിരുന്നല്ലേ? അതുപോലെ ലേണിംഗ് ആപ്പ് ആണെങ്കിലും അങ്ങനെ. നിങ്ങൾക്കപ്പോ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലേണിംഗ് ആപ്പിൽ നമുക്ക് കുറെ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ ചെയ്തും അതിൽ നിന്ന് അതിന്റെ ആൻസർ കീയില് സാറുമാരിങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അത് വലിയ ഉപകാരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പറയാനുള്ള നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യാം എക്സാം എങ്ങനെ വേണമെങ്കിലും. 60 ക്വസ്റ്റ്യൻ ഉണ്ടാ, ഈസി, ഡിഫിക്കൽട്ട്, മീഡിയം പലതും ആക്കാം. പിന്നെ അഡ്വാൻസ് ചെയ്താണ് അത് ചെയ്താ മെയിൻസ്, അങ്ങനെ സബ്ജക്റ്റ് വരെ ചൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു. ഓക്കെ. പിന്നെ ഇങ്ങനെ മീറ്റിംഗ്സും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലെ? നിങ്ങൾ എനിക്കറിയാം 1 വർഷത്തെ നീണ്ട ജേണി ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പൊ ആ ടൈമിലൊക്കെ എങ്ങനെയാണ് ആംബപ്പ് ചെയ്തെടുത്തിരുന്നത്? അത് ഇങ്ങനെ ബ്രില്യൻറ്റിന്റെ ഈ മീറ്റിംഗ് ഒക്കെ ഉണ്ടായി, ഡയറക്ടർമാരെ നേരിട്ട് വന്ന മീറ്റിംഗിൽ ഇങ്ങനെ കുറെ മോട്ടിവേഷൻ ഒക്കെ തരുമായിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ എവിടെയാണ്, നമ്മുടെ ലെവൽ എന്താണ്, പിന്നെ റാങ്ക് ഒക്കെ വായിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്താണ് ഇനി
ഇതുപോലെ ഫ്രണ്ട്സൊക്കെ പോലെ അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് 3 പേർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നല്ല രീതിയിൽ നല്ലൊരു മെമ്മറി ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ സൂക്ഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.